السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم، ومن يعص الله ورسوله فقد ضل ضلالا مبينا. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا، وأنزل سكينة علينا والمشركون قد باعوا علينا. ഏറ്റവും ബഹുമാനം നിറഞ്ഞ കാരണവന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, അതിലുപരി അടുത്തു നിന്നും അകലെ നിന്നും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ പകര അങ്ങാടിയിലെ ഇതര മത ആദർശ സഹോദരങ്ങളെ,
ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചക സ്നേഹം എന്ന പേരിൽ വ്യത്യസ്തമായ പോസ്റ്ററുകളും വ്യത്യസ്തമായ ബാനറുകളും വ്യത്യസ്തമായ സംഘടനകളുടേതായ രീതിയിൽ ഒരു മത്സരത്തിലൂടെ തന്നെ ഇന്ന് സമൂഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാനിവിടെ പെടുത്തുമ്പോൾ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെയും ഈ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അല്പം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് നാളെ വിജയം വരിക്കാൻ സന്നദ്ധരായി തീരണമെന്ന് പരിശുദ്ധ ഖുർആൻ അഭിസംബോധനം ചെയ്ത ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 18-ാമത്തെ സൂക്തത്തിലൂടെ എല്ലാ വാക്കുകളെയും ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കുന്ന, നല്ലതിനെ മാത്രം പിൻപറ്റുന്ന, ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകളിലേക്ക് മാറിത്തീരാൻ ശ്രദ്ധാപൂർവം ഇതിനെ വീക്ഷിക്കുകയും പറയുന്ന കാര്യങ്ങൾ പ്രമാണമാണ് എന്ന് നിങ്ങളുടെ പരലോക ജീവിതത്തിന് 100% ഉപകരിക്കുമെന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ മാത്രം നിങ്ങൾക്കത് സ്വീകരിക്കാവുന്നതുമാണ്. എന്റെ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം, ഈ പകര അങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഭാഷണം ആദ്യമായി വീക്ഷിക്കുന്നവരല്ല നിങ്ങളെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്ന ആളുകളുടെ സംസാരങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാക്കുകളും കേൾക്കുന്നവരുണ്ടാകാം. അതല്ല, ഒരു ഭാഗത്തു നിന്ന് മാത്രം വീക്ഷിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് തന്നെ എന്റെ സഹോദരന്മാരോട് പറയാനുള്ള വിഷയം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറും ഒരു സാധാരണ മനുഷ്യനാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണ് മുജാഹിദുകളെന്നും അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരാണ് എന്നും ഒരുപാട് വാക്കുകൾ എന്റെ സഹോദരന്മാര് കേട്ടിട്ടുണ്ടാകും. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനം എന്ത് പറയുന്നു എന്ന് സമൂഹം കേൾക്കണമെങ്കിൽ, അറിയണമെങ്കിൽ അത് മുജാഹിദുകളുടെ നാവിൽ നിന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. ഇത്തരം വാദഗതികൾ സമൂഹം ഇക്കണ്ട കാലം അത്രയും കേട്ടതും ശ്രവിച്ചതും മുജാഹിദ് പ്രസ്ഥാനത്തെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് പിച്ചു ചീന്താൻ തയ്യാറായ ഒരു സമൂഹത്തിന്റെ വായിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം എന്താണ് മുജാഹിദുകൾക്ക് പ്രവാചക സ്നേഹത്തിൽ പറയാനുള്ളത് എന്ന് കൃത്യമായി കേൾക്കണമേ എന്ന് ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമേ എന്ന് ജനങ്ങളോട് പഠിപ്പിച്ചവരാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയുമോ നിങ്ങൾക്ക്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനങ്ങളോട് പഠിപ്പിച്ചു തന്ന വിഷയവും അത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലയോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൻ ഞാനായി തീരുന്നത് വരെ, മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ മക്കളെക്കാളും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഞാനായി തീരുന്നത് വരെ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു തരുമ്പോ, അത്താണിയേകാനും അവലംബമേകാനും കൂടെ നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളെക്കാളും കണ്ണിനാനന്ദം നൽകുന്ന മക്കളെക്കാളും നഷ്ടം സംഭവിക്കും എന്ന് ഭയപ്പെടുന്ന കച്ചവട സാമ്രാജ്യങ്ങളെക്കാളും ഒരു മനുഷ്യൻ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കുകയാണ്. മാത്രമല്ല, അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റു ഇതര ഹദീസുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലയോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന, പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാകുന്നില്ല, നിങ്ങൾക്ക് മറ്റുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഞാനായി തീരുന്നത് വരെ. അത് പഠിപ്പിച്ച അതേ പ്രവാചകൻ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞില്ലയോ,
സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. സലാസും 3 കാര്യങ്ങളുണ്ട്. മൻ കുന്ന ഫീഹി അവകൾ ഒരുത്തനിലുണ്ടാകുമ്പോ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ അതുകൊണ്ടവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യം ഒരു മനുഷ്യനുണ്ടായാൽ അതുകൊണ്ടവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുമെന്ന് പറഞ്ഞപ്പോ അതിൽ ഒന്നാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്തുള്ള മറ്റേതിനേക്കാളും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അല്ലാഹുവും അവന്റെ റസൂലുമായി തീരണമെന്ന് പഠിപ്പിക്കുമ്പോ ലോകത്തുള്ള ഏത് വസ്തുക്കളെക്കാളും ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അല്ലാഹുവാകണം, അവന്റെ റസൂലായിരിക്കണം എന്ന് പ്രമാണം പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയേ, എനിക്ക് ഈ ഉമറിനെ കഴിച്ചാൽ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അങ്ങയോടാണ് റസൂലേ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് പോരാ ഉമറേ, അത് പോരാ ഉമറേ, നിന്നെക്കാളുപരി നീ എന്നെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചപ്പോ അവിടെന്ന് പറയുന്നു, റസൂലേ, എന്നെക്കാളുപരി അങ്ങയെ സ്നേഹിക്കാൻ ഞാൻ സന്നദ്ധനാണ് റസൂലേ എന്ന് പഠിപ്പിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ പരിശോധിക്കുക സഹോദരന്മാരെ, ഏതൊക്കെ മാനദണ്ഡങ്ങളിൽ എവിടെ നിന്നൊക്കെ വീക്ഷിച്ചു നോക്കുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ഇസ്ലാമിനെ എത്തിച്ചു തന്ന പ്രവാചകൻ. ആ പ്രവാചകന്റെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ ആർക്കുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹോന്നതനാണ്. അമുസ്ലിങ്ങൾക്കിടയിൽ പോലുമില്ല. പല അമുസ്ലിം നാമധാരികളായ പല അമുസ്ലിങ്ങളായ ചരിത്ര വീക്ഷകന്മാര് പോലും രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാം. മൈക്കിൾ ചാട്ട് എന്ന് പറയുന്ന ഗ്രന്ഥകർത്താവ് ദി 100 ബൈ മൈക്കിൾ ചാട്ട് എന്ന് പറയുന്ന 100ഓളം വരുന്ന നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിൽ അദ്ദേഹം ഒന്നാമത്തെ സ്ഥാനം നൽകിയത് ആർക്കാണെന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അദ്ദേഹം ഈ 100 പേരെ കൊണ്ടുവന്നതിൽ ഒന്നാമത്തെ സ്ഥാനം പ്രവാചകന് വേണ്ടി നൽകിയിട്ട് അദ്ദേഹം പറഞ്ഞു, ദി മോസ്റ്റ് ഇൻഫ്ലുവൻസ്, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേഴ്സണാലിറ്റിയെ അത്രമാത്രം കൃത്യമായി വരച്ചു കാണിക്കുകയാണ്. നിങ്ങൾ നോക്ക്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണവിശേഷണങ്ങളായിക്കൊണ്ട് ഒരു സമൂഹത്തിനെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നു എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നവോത്ഥാന നായകനാക്കി കൊണ്ടുവരുമ്പോ എന്ത് ഇത് പറയാനുള്ള കാരണം? അജ്ഞതയുടെ പടുകുടിയിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹത്തിനെ നീതിയുടെ പതാകയുമായി കിഴക്കിനെയും പടിഞ്ഞാറിനെയും വെല്ലുവിളിക്കാൻ മാത്രം ഒരു സമൂഹത്തിനെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ എന്റെ സഹോദരന്മാരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് സ്ത്രീ സ്വാതന്ത്ര്യം നൽകപ്പെടാത്ത മതമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. സ്ത്രീകളെ പർദ്ദക്കുള്ളിൽ തളച്ചു കെട്ടുന്നവരാണ് എന്നും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഈ ഇസ്ലാമിന്റെയും പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വെച്ച് തീർക്കുന്നവരോട് സ്വാതന്ത്ര്യത്തിന്റെ തടവറയുടെ 4 ഭിത്തികളിൽ അടിച്ചമർത്തുന്നവരാണ് ഇസ്ലാമിന്റെ മതമെന്ന് പറയുന്നവരോടും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂലോകത്തുള്ള ജനനമാണ് ഇതിൽ പോലും വ്യക്തമായ മാറ്റങ്ങൾ വരുത്തി തീർത്തത് എന്ന് ചരിത്രം വീക്ഷിക്കുന്നവർക്കറിയാൻ സാധിക്കും. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ, പെൺകുട്ടിക്ക് ഭൂമിയിൽ ജനിക്കാനുള്ള അധികാരം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമാണ് എന്ന് പറയാൻ സാധിക്കും. മദ്യമില്ലാതെ സ്ത്രീയില്ലാതെ ഉറങ്ങാൻ കഴിയാതിരുന്ന ഒരു സമൂഹം 3Wന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്ന വൈൻ വുമൻ വാർ, യുദ്ധം, മദ്യം, പെണ്ണ്, ഇതില്ലാതെ ഉറങ്ങാൻ കഴിയാതിരുന്ന സമൂഹത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് തുഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കുമോ എന്ന് പറയുമാറ് മാറ്റി തിരുത്തിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾക്കറിയാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ ഒരു ആയത്ത് കേട്ടപ്പോ
വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. കുഴിച്ചു മൂടപ്പെട്ട പെൺകിടാങ്ങൾ അവർ ചോദിക്കപ്പെടുകയാ, എന്ത് തെറ്റിന് വേണ്ടിയിട്ടാ നിങ്ങൾ കുഴിച്ചു മൂടപ്പെടാനുള്ള കാരണമെന്ന് അവരോട് ചോദിക്കപ്പെടുമെന്ന് ആയത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഓടിക്കിതച്ചുകൊണ്ട് വരികയാ. പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് തേങ്ങലോടുകൂടെ നിൽക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖത്തേക്ക് നോക്കി, ആമിറാണ്, എന്ത് പറ്റി ആമിർ, വല്ലാതെ വിലപിക്കാനുള്ള കാരണം എന്തേ ആമിറെ എന്ന് ചോദിക്കുമ്പോ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയേ, ഒരുപാട് കാലം കാത്തിരുന്നുകൊണ്ടാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് പിറന്നത്. അവൾ പെൺകുഞ്ഞായി പോയി എന്ന കാരണത്താൽ അവളെ കുഴിച്ചു മൂടേണ്ടുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ എന്റെ മകളുടെ ഓമനത്തും തുളുമ്പുന്ന മുഖമങ്ങ് കണ്ടുപോയപ്പോ അവളെ കുഴിച്ചു മൂടാൻ തോന്നിയില്ല റസൂലേ. ഞാനും എന്റെ ഭാര്യയും കൂടെ ഞങ്ങളുടെ കുഞ്ഞിനെ വളർത്താനായി തീരുമാനിക്കുകയാ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വളരാൻ തുടങ്ങിയപ്പോ, പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ആളുകൾ മുഴുവനും ചോദിച്ചു പോയി, നിനക്ക് എന്ത് പറ്റി ആമിർ, ഇവള് പെൺകുഞ്ഞല്ലേ ആമിർ, എന്തുകൊണ്ട് നീ അവളെ കുഴിച്ചു മൂടുന്നില്ല എന്ന സമൂഹത്തിന്റെ ആക്ഷേപങ്ങൾ സഹിക്കപ്പെടേണ്ടി വന്നപ്പോ ഒരു ദിവസം എന്റെ ഭാര്യ പോലും അറിയാതെ എന്റെ കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഒരു പൊട്ടക്കിണറ്റിന്റെ വക്കത്ത് കൊണ്ടുപോയി വെക്കുമ്പോ നിഷ്കളങ്കയായ എന്റെ പൊന്നുമോൾ അവൾ എന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആ പൊട്ടക്കിണറ്റിലേക്ക് മാറി മാറി നോക്കുകയാണ്. പക്ഷേ എന്റെ മകളുടെ നിഷ്കളങ്കമായ മുഖം അങ്ങ് കണ്ടുപോയപ്പോ നബിയേ, അവളെ എനിക്ക് എറിയാൻ തോന്നിയില്ല റസൂലേ. ഞാൻ എന്റെ മകളുടെ കൈ പിടിച്ചുകൊണ്ട് പുറകോട്ട് നടന്നു പോരുകയാ. അപ്പോഴും ശൈത്താൻ എന്റെ മനസ്സിലൂടെ മന്ത്രിക്കുന്നുണ്ട്. തിരിച്ച് ഞാൻ ജനങ്ങളോട് എന്ത് പറയുമെന്ന് എനിക്കറിയുന്നില്ല. പിന്നെ ഞാനൊന്നും ആലോചിച്ചു പോയില്ല. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയ പൊട്ടക്കിണറ്റിലേക്ക് ഞാൻ വലിച്ചെറിയുമ്പോ സഹായത്തിന്റെ ഹസ്തത്തിന് വേണ്ടി എന്റെ പൊന്നുമോൾ എന്നോട് യാബി യാബി എന്ന് വിളിച്ച് വിലപിച്ചപ്പോഴും നബിയെ ഞാൻ പരിഗണിച്ചു പോയില്ല റസൂലേ. എന്റെ കുഞ്ഞും നാളെ റബ്ബിന്റെ അടുക്കൽ എനിക്കെതിരെ ശബ്ദിക്കുമോ നബിയെ എന്ന് ചോദിച്ചു പോകുമാറ് ഒരു സമൂഹത്തെ പ്രവാചകനങ്ങൾ കൊണ്ടുവരുമ്പോ എന്റെ സഹോദരാ, ആ പ്രവാചകനെ സ്നേഹിക്കണേ. ആ പ്രവാചകരോടുള്ള സ്നേഹം എങ്ങനെയാണെന്നോ, വമാ ആതാകുമുർ റസൂല ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം. ഏതൊരു കാര്യത്തിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് വിരോധിച്ചുവോ ആ കാര്യം ഒഴിവാക്കുകയും വേണം. അപ്പൊ പ്രവാചകൻ കൽപ്പിച്ചതനുസരിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതിനെ ഒഴിവാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അക്ഷരം പ്രതി അനുസരിക്കണം. പരിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 59-ാമത്തെ സൂക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല വിശ്വാസികളോട്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. വിശ്വാസികളായ ആളുകളെ, അല്ലാഹുവിനെ അനുസരിക്കണേ, അവിടുത്തെ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണേ. നിങ്ങളിൽ കൈകാര്യകർത്താക്കളായിട്ടുള്ളവരെയും ശേഷം അല്ലാഹു തആല പറഞ്ഞ വാചകമുണ്ടല്ലോ, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടാവുകയാണോ, ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായം ഉടലെടുക്കുകയാണോ, ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ, അവിടുത്തെ റസൂലിലേക്ക് മടങ്ങിക്കോ. അപ്പൊ അല്ലാഹനെ അനുസരിക്കണം, അവിടുത്തെ പ്രവാചകനെ അനുസരിക്കണം. തർക്കമുണ്ടാകുമ്പോ ഖുർആനിലേക്ക് മടങ്ങണമെന്ന
ഇനിയും നിങ്ങൾ പരിശോധിച്ചു നോക്ക്. പരിശുദ്ധ ഖുർആൻ അതേ അധ്യായത്തിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചില്ലയോ? ആര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവോ അവൻ അല്ലാഹനെ അനുസരിച്ച് പോയിരിക്കുന്നു. കാരണം എന്താണെന്നറിയുമോ? വമായും തികു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. ആ പ്രവാചകനുണ്ടല്ലോ, മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വമായും തികു അനിൽ ഹവാ, അഭിഷ്ടപ്രകാരം ഒന്നും സംസാരിക്കാത്ത പ്രവാചകനാ. ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ, അല്ലാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകനെ അനുസരിച്ചോ അല്ലാഹനെ അനുസരിക്കലാണെന്ന് പറയുമ്പോ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലയോ? തറക്തു ഫീകും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. രണ്ട് കാര്യം നിങ്ങളിൽ ഞാൻ വിട്ടേച്ചു പോകുമ്പോ അവ അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കണേ എന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലയോ? നിങ്ങൾ മുറുകെ പിടിച്ചോ, വഴിപിഴക്കില്ല എന്ന് പറഞ്ഞപ്പോ അതേതാ രണ്ട് കാര്യങ്ങൾ എന്നറിയുമോ? കിതാബല്ലാഹ് വസുന്നത റസൂലിഹി, ഒന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് കേട്ടോ, വസുന്നത റസൂലിഹി അവിടുത്തെ പ്രവാചകന്റെ ചര്യയാണ്, അത് മുറുകെ പിടിച്ചോ എന്ന് പറയുമ്പോ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയില്ലയോ? മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കൃത്യമായി പറയുകയാണ്, ഇജാലിൽ കിതാബ വസുന്നത അമാമക ഫൻദുർ ഫീഹിമാ ബിതദബ്ബുരിൻ വഅതിബാരിൻ വഅമൽ ബിഹിമാ വലാ തഅതറ ബിൽ ഖാലി വൽ ഖീൽ. പരിശുദ്ധ ഖുർആനും ഹദീസും നിന്റെ മുന്നിൽ വെക്കണം. ഫൻദുർ ഫീഹിമാ, അവ രണ്ടിലേക്കും നീ വീക്ഷിക്കേണ്ടതുണ്ട്. ബിതദബ്ബുരിൻ വഅതിബാരിൻ, നല്ല ചിന്തയോടുകൂടെ പരിഗണനയോടുകൂടെ നീ അതിലേക്ക് വീക്ഷിച്ച് വഅമൽ ബിഹിമാ, അത് രണ്ടുകൊണ്ടും വേണം നിന്റെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കാൻ. ശേഷം അദ്ദേഹം പറഞ്ഞു, വലാ തഅതർ ബിൽ ഖാലി വൽ ഖീൽ, കാലയും കീലയും നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പൊ എന്റെ സഹോദരന്മാർ ആലോചിക്ക്, പ്രവാചകനെ അനുസരിക്കാൻ, റസൂലിനെ അനുസരിക്കാൻ പ്രമാണങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു. അവിടെ നിന്നാണ് ആരാധനകളുടെ മാനദണ്ഡങ്ങൾ നമ്മൾ കാണുന്നത്. ഇനി അനുസരണയിൽ കാതലായ ഒരു വശം നിങ്ങൾ ആലോചിക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമുഖമായി സൂചിപ്പിക്കുമ്പോൾ ഒരു യുദ്ധത്തിൽ ശത്രുസേനയോട് പൊരുതാൻ പോകുന്ന സൈന്യത്തോട് സൈന്യാധിപന്റെ എത്രമാത്രം ഗൗരവത്തോടുകൂടെ കൽപ്പന നടത്തുമായിരുന്നുവോ അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലാ സൗതുഹു, പ്രവാചകന്റെ ശബ്ദം ഉയരുമാർ, മുഖം ചുവന്നു തുടിക്കുമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോട് നൽകുന്ന ഒരു താക്കീതുണ്ടല്ലോ, പുതുതായി വരുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്നാ. കുല്ലു ബിദ്അത്തിൻ ദലാല, പുതുതായി മതത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ അത് മുഴുവനും നിങ്ങൾക്ക് വഴിപിഴച്ചതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോട് മുന്നറിയിപ്പ് നൽകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നെഞ്ചിലേറ്റാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ടോ? ഈ പ്രവാചകന്റെ വാക്കുകളെ വിട്ടുകളയാൻ നമ്മൾ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി മതത്തിനെ പഠിപ്പിച്ചു തരികയാണ്. ഇനി ആരെങ്കിലും ഒരു ആചാരം കൊണ്ടുവന്നാൽ അത് പ്രവാചകനോടുള്ള സ്നേഹമില്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന പ്രവാചക വിദ്വേഷമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ പൂർത്തീകരിച്ചു തരികയാണ്. അറിയുമോ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 3-ാമത്തെ സൂക്തമുണ്ടല്ലോ, 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഒരു ദുൽഹജ്ജ് 9-ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബലുർ റഹ്മയുടെ പർവ്വതത്തിനടുത്ത് വെച്ച് അസ്ർ നമസ്കാര ശേഷം ഒട്ടകപ്പുറത്തിരിക്കവേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിക്കൊടുത്ത ആയത്തുണ്ടല്ലോ. എന്താ ആയത്തിൽ അല്ലാഹു പറയുന്നത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം ഇതാ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്
പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുമ്പോ എന്റെ സഹോദര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുമ്പോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുമ്പോ ആ പ്രവാചകനിലൂടെ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു തരുമ്പോ ഇനി ആരെങ്കിലും മതത്തിൽ ഒരു ആചാരം പുതുതായി കൊണ്ടുവന്നാൽ അത് പ്രവാചകനോടുള്ള സ്നേഹമല്ല കേട്ടോ. ഇതാരാ പറഞ്ഞതെന്നറിയുമോ? മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഇഅ്തിസാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തി വെക്കുകയാണ്. من ابتدع في الإسلام بدعة يراها حسنا فقد زعم أن محمدا صلى الله عليه وسلم خان الرسالة. من ابتدع في الإسلام بدعة ആരെങ്കിലും മതത്തിൽ പുതുതായി ഒരു ആചാരം കൊണ്ടുവരികയാണെങ്കിൽ യറാഹ ഹസന അതിനവൻ നല്ലതായി കാണുക കൂടെ ചെയ്താൽ ഫഖദ് സൈമ അപ്പോൾ നിശ്ചയമായും അവൻ വാദിച്ചു പോയിരിക്കുകയാണ് അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നവൻ വാദിച്ചു പോയി. ലിഅന്നല്ലാഹു തആല യഖൂൽ കാരണം അല്ലാഹു തആല പറയുകയാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ പൂർത്തീകരിച്ചു എന്നുള്ളത് അല്ലാഹുവിന്റെ വചനമാണ് കേട്ടോ. ഫമാ ലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. ആകയാൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മതമില്ലാത്ത ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഇന്നും നിങ്ങൾക്ക് മതമല്ല തന്നെ. ഇത് കൃത്യമായി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട മുത്ത് മുസൽമാനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പ്രവാചകൻ പഠിപ്പിക്കാത്ത ആചാരങ്ങളെ കൊണ്ടുവരുമ്പോ ആ റസൂൽ വഞ്ചകനാണെന്ന് വാദിച്ചവനാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചകനാണെന്ന് വാദിക്കുന്നവന് നാളെ അല്ലാഹു വെറുതെ വിടുമോ? അല്ലേ നമ്മൾ ആലോചിക്കേണ്ട സഹോദരന്മാരെ. ഇനി നിങ്ങൾ പരിശോധിച്ചു നോക്ക്. പുതിയ ആചാരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയപ്പോൾ അതിൽ പുതുതായി മതത്തിലേക്ക് കടന്നു വന്നതാണ് പ്രവാചകന്റെ ജന്മദിനാഘോഷം. അല്ലെ നിങ്ങൾ നോക്കണം, കൃത്യമായി പരിശോധിച്ചോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു മൗലിദ് ഉടലെടുത്തു എന്ന 300 വർഷങ്ങൾക്ക് ശേഷം ഫാത്തിമിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ മൗലിദ് ഉടലെടുത്തു. പിന്നീട് അതിനെ ജന്മദിനമായി പരിവർത്തിക്കപ്പെട്ടു. കടന്നു വന്ന് ഹിജ്റ 600-കൾക്ക് ശേഷം മുളഫർ രാജാവ് എന്ന് പറയുന്ന ഇർബലിന്റെ ഭരണാധികാരി ഇബ്നു ദഹിയ എന്ന് പറയുന്ന പണ്ഡിതനാൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹം അതിനെ കെങ്കേമമാക്കിയപ്പോ ഹിജ്റ 630-ൽ ഉക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഫ്രഞ്ചുകാരുടെ തലവറയിൽ വെച്ചുകൊണ്ട് ഈ മുളഫർ രാജാവ് മരിക്കുന്ന കാലഘട്ടം വരെയും അതിനെ കെങ്കേമമായി കൊണ്ടു നടന്നു എന്നാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ എന്റെ സഹോദര, എന്റെ വാക്കുകളല്ല, ഷാഫി മദ്ഹബിലെ ആധികാരിക മുഫസ്സിറായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ചരിത്രഗ്രന്ഥമായ അൽ ബിദായത്ത് വന്നിഹായയിൽ രേഖപ്പെടുത്തിയ വിഷയമാണ്. അപ്പൊ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. 300 കൊല്ലം കഴിഞ്ഞുണ്ടായ ആചാരങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ സമസ്തക്കാർക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയില്ലേ, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന, ഹിർബൽ ഭരിച്ചവനാണ് വന്തറിമിഷ്ടനാ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ല, 300 കൊല്ലം കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. ഇനി ആരാ ഇതിനെ കൊണ്ടുവന്നത്? ഹിജ്റ 300-ാം വർഷത്തിലെ ഹിർബലിന്റെ ഭരണാധികാരി മുളഫർ എന്ന് പറയുന്ന രാജാവാണ് എന്ന് തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ രേഖപ്പെടുത്തി വെക്കുമ്പോ
എന്റെ സഹോദരന്മാരെ, ഒരുപക്ഷെ ഇതിന് മറുപടി പറയുകയാണെങ്കിൽ ഇതിനെ എതിർക്കുന്ന കക്ഷികൾ പറയുന്നത് എന്താ? അത് മിനൽ മലിക്കിൽ മുലൂക്കി, രാജാക്കന്മാരുടെ കൂട്ടത്തിലാണെന്നില്ലേ എന്ന് ഇതിനെ വിമർശിക്കുന്നവരുണ്ട് എങ്കിൽ എന്റെ സഹോദര, അബദ്ധം പറ്റിയത് മുജാഹിദുകൾക്കല്ല, തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർക്കാണ്. കാരണമെന്തോ അറിയുമോ? ഹിജറ 300-ാം വർഷത്തിൽ മുസഫർ രാജാവ് ഇർബിൽ ഭരിച്ചിട്ടില്ല. ഹിജറ 300-ാം വർഷത്തില് മുസഫർ രാജാവ് ഇർബിൽ ഭരിച്ചിട്ടില്ല. ചരിത്രം പഠിക്കുന്ന മക്കളോട് നിങ്ങൾ ചോദിച്ചോ? പള്ളി ദർസുകൾ പഠിക്കുന്നവരുണ്ടോ? അൽ ബിദായത്ത് വന്നിഹായ 13-ാം വാളത്തിൽ നിങ്ങൾ നോക്കിക്കോ. എന്നാ മുസഫർ രാജാവ് ഇർബിൽ ഭരിച്ചതെന്നോ? അത് ഹിജറ 600-കൾക്ക് ശേഷമാ. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി നടക്കുന്നത് ഹിജറ 600-കൾക്ക് ശേഷമാണ് എങ്കിൽ മൗലിദായി കൊണ്ട് ഉടലെടുക്കുന്നത് 300-കൾക്ക് ശേഷം തന്നെയാ. ഇനിയോ പള്ളി ദർസുകളിൽ ഓതി പഠിക്കുന്ന ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഒരു ഗ്രന്ഥമില്ലയോ? അതിന്റെ ഹാഷിയ സയ്യിദ് ബക്കറിയുടെ ഇആനത്തു താലിബീനിൽ രേഖപ്പെടുത്തുകയാണ്, അന്ന അമലുൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടിന് ശേഷമാ ഈ മൗലിദാഘോഷങ്ങൾ ഉണ്ടായത് എന്ന് രേഖപ്പെടുത്തി വെക്കുമ്പോ എന്റെ സഹോദര, 300 കൊല്ലങ്ങൾക്ക് മുമ്പില്ല. എന്നാലും ഇത് ബിദ്അത്തല്ലയോ? ബിദ്അത്താണ് എന്നുള്ളത് തർക്കമില്ല എന്റെ സഹോദരന്മാര്. അതുകൊണ്ട് ഈ ബിദ്അത്ത് വേണ്ട. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 25ഓളം പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു. ആ പ്രവാചകന്മാരുടെ ജീവിതം പറഞ്ഞു, ത്യാഗങ്ങൾ പറഞ്ഞു, ആ പ്രവാചകന്മാരുടെ ആദർശങ്ങളെ പറഞ്ഞു. പക്ഷെ ഒരു പ്രവാചകനെ സംബന്ധിച്ചും ആ പ്രവാചകൻ ഇന്ന ഡേറ്റിൽ ജനിച്ചു എന്നൊരു പരാമർശം പരിശുദ്ധ ഖുർആൻ നടത്തിയില്ല. കാരണം എന്തേ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജന്മമല്ല കർമ്മമാണ് പ്രധാനം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഇനി അതിനേക്കാൾ രസകരമായൊരു സംഭവം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം എന്നാണെന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ. അറിയില്ല സമൂഹത്തിന്. ഒരുപാട് വീക്ഷകന്മാർ ഡോക്ടർ മുഹമ്മദ് ഹസൻ ഹൈക്കൽ തന്റെ ഹയാത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ, അതുപോലെ പല എഴുത്തുകാരും രേഖപ്പെടുത്തിയില്ലയോ, വഖദ് ഇഖ്തലഫൽ മുഅർരിഖൂന ഫിൽ ആം അല്ലദീ വലദ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതായ വർഷത്തിന്റെ കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമുണ്ട്. ഹിജറ 570 ആണോ 71 ആണോ തർക്കമാണ്. വകദാലിക ഇഖ്തലഫ ഫീ ശഹ്രിൽ ലദീ വലദ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ജനിച്ച മാസത്തിൽ തർക്കമുണ്ട്. റമദാനാണോ റബീഉൽ അവ്വലാണോ അതുപോലെ തന്നെ റജബാണോ? തർക്കങ്ങളാണ് എന്റെ സഹോദരന്മാരെ. പ്രവാചകൻ ജനിച്ച പല ഡേറ്റിലും തർക്കങ്ങളുണ്ട്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ട് ഇങ്ങനെ തർക്കമുണ്ടായത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമെന്ന നിങ്ങൾ പറയും ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ്. ഓഗസ്റ്റ് 15 ഭാരതീയ ജനത ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കൊണ്ട് നടക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് തർക്കമുണ്ടായില്ല? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1ാമത്തെ ദിവസം മുതൽ അതിനെ ഭാരതീയ ജനത കണ്ടുവന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് നിങ്ങൾ പറയും ജനുവരി 26. എന്തുകൊണ്ട്? അതിന്റെ 1ാമത്തെ ഡേറ്റ് മുതൽ കണ്ടുകൊണ്ട് വന്നു. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാരം ഒരു പ്രവാചകനല്ല, ലോകത്തിന്റെ ചക്രവർത്തി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ തർക്കമുണ്ടായത് എന്തുകൊണ്ട്? ആ പ്രവാചകൻ ജനിച്ച ദിവസത്തിന്റെ 1ാമത്തെ തീയതി മുതലോ ആ പ്രവാചകന്റെ കാലഘട്ടം മുതലോ സമൂഹം അതിനെ കണ്ടുവന്നിട്ടില്ല എന്ന കാരണം കൊണ്ടാണ്. അതല്ലേ എന്റെ സഹോദരന്മാരെ? ഇനി നിങ്ങൾ ആലോചിക്ക്, പ്രവാചകൻ ജനിച്ച ദിവസത്തെ സഹാബാക്കൾ തള്ളിക്കളഞ്ഞു എന്നാണോ? അല്ല. പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തെ സഹാബാക്കൾ കാണേണ്ട പോലെ കണ്ടിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. കാരണം അവിടുന്ന് പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലയോ, തിങ്കളാഴ്ച ദിവസത്തിൽ നിങ്ങൾ നോമ്പെടുത്തോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ എന്തേ തിങ്കളാഴ്ച നോമ്പിന്റെ കാരണമെന്നോ? ആ തിങ്കളാഴ്ചയാണ് ഞാൻ ജനിക്കപ്പെട്ടത് എന്ന് പറയുമ്പോ
എന്റെ സഹോദരന്മാർ ആലോചിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം നോമ്പെടുക്കാനാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പുത്തൻ ആചാരമാണ്. പക്ഷെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഓരോ കൊല്ലം കഴിയുന്നതോറും കെങ്കേമമാക്കാൻ ശ്രമിക്കാൻ, അരുതേ എന്ന് പറയുമ്പോൾ കെങ്കേമമാക്കാനുള്ള ശ്രമം, പ്രവാചകനോടുള്ള സ്നേഹം എന്ന പേരിൽ നടത്തുമ്പോൾ പോസ്റ്ററുകൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. പലയിടത്തും ഉണ്ടായ പ്രശ്നം അതേപോലെ പിച്ച ചീന്തി. റസൂലിനോട് സ്നേഹമുള്ളവർ അതിലെഴുതിയ ഹദീസ് പോലും പിച്ച ചീന്തി കാലിന്റെ ചുവട്ടിലിട്ട് ചവിട്ടിയപ്പോ വല്ലാത്ത ഹുബ്ബുർ റസൂലാണ് എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. ഇനി നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഓരോന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം ഞാനത് പറയുകയാണ്. മുമ്പ് റബീഉൽ അവ്വൽ 12 വരെയായിരുന്നു ജന്മദിനാഘോഷം. പിന്നെ 30 ദിവസമായി, പിന്നെ ഇപ്പോൾ 40 ദിവസമായി, ഇനി 2 മാസമാകാൻ പോകുന്നു. നിങ്ങൾ ആലോചിക്കുക സഹോദരന്മാരെ, ഒരു കുട്ടി ഇരുന്ന് മൂത്രമൊഴിക്കുക, ഒപ്പം ബിസ്ക്കറ്റ് കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മോനെ രണ്ടും കൂടെ ഒപ്പം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ, ഞാനിതിൽ മുക്കി തിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നിർവാഹമൊന്നുമില്ല. സഹോദരന്മാരെ, ഇതിങ്ങനെ അരുതേ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിലുള്ള അനുഷ്ഠാനമാക്കി മാറ്റിരിക്കുകയാണ്. ഇന്റർനാഷണൽ മീലാദ് സമ്മേളനങ്ങളാക്കി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിൽ അത്ര വലിയ പുത്തിരിയൊന്നുമില്ല. മറിച്ച് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ EK സമസ്തയുടെ ഇന്നത്തെ സംസ്ഥാന നേതാവാണല്ലോ, അദ്ദേഹം പറയുകയാണ്, ഇവരിങ്ങനെ കുറെ ആളുകളൊക്കെ കൊണ്ടുവന്ന് ഇത് ജനങ്ങളുടെ മുന്നിൽ വലിയ കാര്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. സത്യത്തിൽ ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞതാരാ? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. അദ്ദേഹം പറയുന്ന ഭാഗം നിങ്ങൾ തന്നെ കൃത്യമായി സ്ക്രീനിൽ നിന്ന് ശ്രവിച്ചാലും. പിന്നെ അന്താരാഷ്ട്ര മൗലൂദ് അതിൽ നിങ്ങൾ പേടിച്ചാൽ മതി. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാദുണ്ടാവും, അത് പറയാൻ അന്താരാഷ്ട്ര സ്വലാത്തുണ്ടാവും, പല ആദ്യം ഉണ്ടാവും ഇവിടെ. കാരണം പൈസയും മറ്റും മറിച്ചൊക്കെ ഉണ്ടല്ലോ, വരുന്ന കോജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മളെ നേതാക്കന്മാരെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമൻ്റെയും ഗണ്യത്തിന് രോമത്തിനില്ല നിങ്ങൾ മനസ്സിലാക്കി വിളി. പല കുപ്പായക്കാരും കാട്ടിക്കാണ്ട് അന്താരാഷ്ട്ര മൗലൂദ് എന്ന് പറയും. നിങ്ങൾ പേടിച്ചാൽ മതി. ഇപ്പം ഏത് ഹോജാക്കന്മാർ അവരിവിടെ കൊടന്നുകാണ്ട് ലോകമാ ഹദ്ദാദ് നടത്തിയാലും ലോകമാ മൗലൂദ് നടത്തിയാലും നിങ്ങളതിൽ ബേജാറാണ്. അന്ന് നമ്മളെ നേതാക്കന്മാരെ അടുത്ത് കിടക്കാൻ മാത്രമല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. പൈസയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കഴിയും. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, പേടിക്കാൻ മാത്രമൊന്നുമില്ല. പരസ്പരം ഒരു വാർഷിക പേരിൽ കൊണ്ടുവന്നതാണ് എന്നല്ലാതെ മറ്റൊന്നും ഇതിന്റെ പിന്നിലില്ല എന്നുള്ളതാണ്. ഓരോ കൊല്ലവും വാർഷിക വേണ്ടി ഇന്റർനാഷണൽ, ഇനി അതിനപ്പുറം കൊണ്ടുവരും നമുക്കറിയില്ല. ഈ ഇന്റർനാഷണലിൽ പങ്കെടുക്കുന്നവരാരാ? കൊച്ചു കേരളത്തിലെ കുറച്ച് ആളുകളാണ്. പേരിന് 2-3 പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ഇന്റർനാഷണൽ എന്ന ലേബൽ ഒട്ടിക്കുമ്പോ അതുകൊണ്ട് പറഞ്ഞില്ലേ, അതുകൊണ്ട് സമൂഹത്തിനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഇത് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണോ? ഇത് ബിദ്അത്തായ കാര്യമല്ലയോ? അതിനാണോ ഇന്റർനാഷണൽ ലെവലിൽ കൊടുക്കുന്നത് എന്ന് പോലും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് ഞാനിവിടെ വെച്ച് സംസാരിക്കുമ്പോ, ഞാനിവിടെ വെച്ച് നിങ്ങളോട് പറയുമ്പോ ഒരുപക്ഷെ പറയും, മുജാഹിദുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് പ്രവാചകന്റെ പേരിൽ ഇങ്ങനെ ഒരു ജന്മദിനം ആഘോഷിക്കണ്ട എന്നിവർ പറയാനുള്ള കാരണമെന്ന് ഒരുപക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നവർ പറഞ്ഞേക്കാം. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, മുജാഹിദുകളെ നിങ്ങൾ മാറ്റിവെക്കുന്നുവെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 63 കൊല്ലക്കാലൊക്കെ ജീവിച്ചിരുന്നിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ 23 കൊല്ലക്കാലം ജീവിച്ചിരുന്നിട്ട് ഏതെങ്കിലും ഒരു ജന്മദിനമെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഘോഷിക്കുകയോ പ്രവാചകന്റെ സ്വഹാബാക്കളോട് നിർദ്ദേശം തരികയോ ചെയ്തതായിട്ട് ഒരൊറ്റ സംഭവമെങ്കിലും ഉദ്ധരിക്കാൻ എന്ന് സമൂഹത്തിന് സാധ്യമാവുമോ? മാത്രമല്ല, നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതുകൊണ്ട് മാത്രമല്ല പ്രവാചകൻ സ്വന്തമായിട്ട് ആഘോഷിച്ചില്ല എന്ന് പോകട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നെഞ്ചിലേറ്റുന്ന സഹാബാക്കൾ ഉണ്ടായിരുന്നല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും അറിയുമോ, ഇന്ന് സമസ്തയുടെ ആളുകൾ പോലും, EK സമസ്തയുടെ ആളുകൾ പോലും 5ാം ക്ലാസ്സിലെ താരീഖ് പുസ്തകത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ഖുർആൻ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ചതിപ്രയോഗത്തിലൂടെ സ്വഹാബാക്കളെ കൊണ്ടുപോകുമ്പോ നജ്ദിന്റെ താഴ്വരയിൽ വെച്ച് അവരിൽ നിന്ന് പലരെയും കൊന്നുകളയുമ്പോ ചരിത്രങ്ങളിലൂടെ തുടർന്ന് കാണിക്കാൻ സാധിക്കുന്ന പോലെ മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിനെ, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തടവറയിലൂടെ പാർപ്പിച്ചു പോകുമ്പോ ആ തടവറയിൽ കിടന്നുകൊണ്ട് അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചില്ലയോ, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ ലിനബീക, അല്ലാഹുവേ ഞങ്ങളെ കുറിച്ച് നിന്റെ പ്രവാചകനെ നീ അറിയിച്ചു കൊടുക്കണേ നാഥാ.
എന്നുപോലും അവരെ പ്രാർത്ഥിച്ചു പോകുമ്പോ, അത് മാത്രമല്ല എന്റെ സഹോദരന്മാരെ, അവിടുന്ന് ശത്രുക്കൾ പറഞ്ഞില്ലയോ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം, പകരം ആ മുഹമ്മദിനെ ഞങ്ങൾക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോ ഇല്ല, ആ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ, അതിന്റെ മേലിൽ കഴുമരത്തിലേറേണ്ടി വന്നപ്പോ വലസ്തു ബാലിഹീന ഉഖ്തലു മുസ്ലിമാ അലാ ഐശികിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫീ ദാതിൽ ഇലാഹി വയശ യുബാരിക് അലാ ഔസാൽ ശിൽവിൻ മുമസ്സഈ. ഞാൻ മുസ്ലിമായി മരിക്കപ്പെടുമ്പോ അതെവിടെ വെച്ച് എങ്ങനെയെന്ന കാര്യം ഞാൻ പരിഗണിക്കുന്നില്ല. എന്റെ മരണം അല്ലാഹുവിന് വേണ്ടിയിട്ടാ. അവൻ വേണ്ടുക വെക്കുന്ന പക്ഷം എന്റെ ഛിന്ന ഭിന്നമാക്കപ്പെട്ട അവയവങ്ങളിൽ ബർക്കത്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സഹാബാക്കൾ മരണം വരിക്കാൻ തയ്യാറാകുമ്പോ, എന്റെ സഹോദരന്മാരെ പറയുമോ ആ സഹാബാക്കൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകുമോ? ഒരിക്കലുമില്ലല്ലോ. ആ പ്രവാചകന് സഹാബാക്കൾക്ക് പ്രവാചകനോട് സ്നേഹമില്ലേ? അപ്പൊ എന്തുകൊണ്ട് അവരിത് കഴിച്ചില്ല? പോകട്ടെ, നിങ്ങൾ നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 2 കൊല്ലക്കാലത്തിലധികം ഭരണം നടത്തിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഭരണകാലഘട്ടത്തിനിടയ്ക്ക് മിനിമം 2 റബീഉൽ അവ്വൽ 12 കടന്നു പോയപ്പോ എന്തേ അവര് ഘോഷയാത്ര സംഘടിപ്പിച്ചില്ല? എന്തിയൊന്ന് പ്രത്യേക ആചാരങ്ങൾ ഉണ്ടാക്കിയില്ല? സിദ്ദീഖ് തങ്ങൾക്ക് റസൂലിനോട് സ്നേഹമില്ലയോ? ആ സിദ്ദീഖ് തങ്ങൾക്ക് റസൂലിനോട് സ്നേഹമില്ല എന്ന് പറയാൻ തയ്യാറാകുമോ എന്റെ സമസ്തക്കാരാ? പ്രവാചകന്റെ സാഹിബാണെന്ന് പരിശുദ്ധ ഖുർആൻ ഉപമിച്ച സിദ്ദീഖ് അല്ലയോ? അറിയുമോ നിങ്ങൾക്ക്? പ്രവാചകനോടുകൂടെ ഹിജ്റയാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലായി നടക്കുമ്പോ, പ്രവാചകന്റെ പിന്നിലേക്ക് മാറി മാറി നടക്കുന്നത് കണ്ടപ്പോ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചില്ല, സിദ്ദീഖ് എന്തേ താങ്കൾ ഇങ്ങനെ മാറി മാറി നടക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞില്ല, നബിയേ താങ്കളുടെ മുന്നിലൂടെ ഞാൻ നടക്കുമ്പോ ശത്രുക്കൾ പിന്നിൽ നിന്ന് ആക്രമിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാ. അങ്ങയുടെ പിന്നിലൂടെ നടക്കുമ്പോ മുന്നിലൂടെ ശത്രുക്കൾ ആക്രമിച്ചാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകുന്നു എന്ന് പറഞ്ഞ സിദ്ദീഖ് തങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹമില്ലയോ? സൗർഗുഹയിലൂടെ പ്രവാചകനോട് കൂടെ കഴിച്ചു കൂട്ടുമ്പോ തന്റെ വസ്ത്രത്തിൽ നിന്ന് കഷ്ണങ്ങൾ പറിച്ചെടുത്തുകൊണ്ട് ആ ഗുഹയുടെ ദ്വാരങ്ങൾ അടച്ചു പോയ സിദ്ദീഖ് തങ്ങൾക്ക് പ്രവാചകന് ക്ഷുദ്രജീവികൾ ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ട സിദ്ദീഖ് തങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹമില്ലയോ? എന്റെ സഹോദരന്മാരെ, പ്രവാചകന്റെ കാലശേഷം പള്ളി മിമ്പറിൽ വെച്ച് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ പരാമർശിക്കുന്ന ആയത്ത് വന്നപ്പോ പൊട്ടിക്കരഞ്ഞു പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ല എന്ന് പറയുമോ എന്റെ സമസ്തക്കാരാ? സിദ്ദീഖ് തങ്ങൾക്ക് സ്നേഹമില്ലയോ? 10 കൊല്ലക്കാലം ഭരണം നടത്തിയ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രവാചകന്റെ വലതാണ് സിദ്ദീഖ്, ഇടതായി മാറിയ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തേ ഒരു നബിദിനം പോലും ആഘോഷിക്കാതിരുന്നത്? കിസ്റാ കൈസർ ചക്രവർത്തിമാരുടെ കോട്ടകൊത്തളങ്ങളിൽ പോലും പതറാതിരുന്ന കൈയല്ലയോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന് കേട്ടപ്പോ ആരെങ്കിലും എന്റെ പ്രവാചകൻ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ ഖണ്ഡിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദേശത്തോടുകൂടെ വാളൂരിയ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞില്ല, ഉമറേ അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുമെന്നോ പരിശുദ്ധ ഖുർആനല്ലയോ എന്ന് പറഞ്ഞപ്പോ ആരുടെ മുന്നിലും കൈമടക്കാത്ത, ആരുടെ മുന്നിലും തളരാതെ പോയ കൈയുണ്ടല്ലോ, തളർന്നുകൊണ്ട് വാള് താഴെ വീണ് പോകുമ്പോ ആ സിദ്ദീഖ് തങ്ങൾക്ക് റസൂലിനോട് സ്നേഹം
എന്ന് പറയുമ്പോ എന്റെ സമസ്തക്കാരാ, പ്രവാചകന്റെ 2 പുത്രിമാർ വിവാഹം കഴിച്ച മഹദിയ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പ്രവാചകനോടുകൂടെ കുട്ടിക്കാലത്ത് വളർന്നു വന്ന മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ കവളത്ത് നിന്ന് ആണി പറിച്ചെടുത്തതിന്റെ പേരിൽ ജീവിതാന്ത്യം വരെയും മുൻപിൽ നഷ്ടപ്പെട്ടു പോയ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അവർക്കൊന്നും റസൂലിനോട് സ്നേഹമില്ലയോ? ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് പ്രവാചകനെ അണച്ചു പിടിച്ചപ്പോ മറുകൈ കൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോ സ്വന്തം ശരീരത്തിൽ 70ഓളം വെട്ടും കുത്തും ഏൽക്കേണ്ടി വന്ന മഹാനായ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയുമ്പോ എന്റെ സമസ്തക്കാരാ, ആലോചിക്കുക നിങ്ങൾ. ഇവർക്ക് ആർക്കും സ്നേഹമില്ല. പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായി വളർന്നു വന്ന ഫാത്തിമ ബീവിക്ക് റസൂലിനോട് സ്നേഹമില്ല. പ്രവാചകന്റെ കാലശേഷം 48 കൊല്ലക്കാലം ജീവിച്ച മഹദിയായ ആയിഷ ബീവിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല. എന്താ ഇവന് മദീനയിൽ ഒരു റാലി സംഘടിപ്പിക്കാതിരുന്നത്? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് സ്നേഹമില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസം നിങ്ങൾ ചരിത്രമെടുത്ത് പരിശോധിക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു പതിവ് പോലെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന ബിലാലിന് പറയാൻ കഴിയുന്നില്ല. ബിലാലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുമ്പോ എന്റെ സഹോദരാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ആ ബിലാൽ റളിയല്ലാഹു അൻഹു എത്ര റാലിയാ മദീന തെരുവോരങ്ങളിലൂടെ സംഘടിപ്പിച്ചത്? എത്ര കാരക്കയുടെ കീറ ഈ റബീഉൽ അവ്വലിന്റെ പേരിൽ വിതരണം ചെയ്തത്? എത്ര കുബൂസുകളാ, എത്ര ഒട്ടകങ്ങളാ ഈ റബീഉൽ അവ്വൽ 12ന്റെ പേരിൽ ബലിയെറുത്തത്? അതുകൊണ്ട് അവർക്കാർക്കും തോന്നാത്ത സ്നേഹം എന്റെ സഹോദരാ ഇന്ന് ആധുനിക സമസ്തക്ക് മാത്രമായി ഉണ്ടായോ? എങ്കിൽ ആലോചിച്ചോ, ദുരന്തത്തിൽ വെച്ചുള്ള ഏറ്റവും വലിയ ദുരന്തം അത് നടന്ന ദിവസമാ റബീഉൽ അവ്വൽ 12 എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹലോകത്ത് നിന്ന് വേർപെട്ടു പോയ ദിവസമാ, ജനിച്ച ദിവസമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ആ ദുരന്തമാണോ എന്റെ സഹോദരന്മാരെ ആചരിക്കേണ്ടത്? അല്ലെ, പലപ്പോഴും മൊബൈലിൽ അങ്ങനെ SMS വന്നുകൊണ്ടിരിക്കുക. മുജാഹിദുകളെ പരിഹസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്ന റബീഉൽ അവ്വൽ 12 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. ഇബ്ലീസ് ദുഃഖിച്ചു. ഇന്ന് ഇബ്ലീസിന്റെ അനുയായികൾ ദുഃഖിക്കുന്നു. ഇത് ആർക്കെതിരെയാ പറഞ്ഞത്? മുജാഹിദുകൾക്കെതിരെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും അത് വന്ന ലേബിളിൽ തന്നെ തിരിച്ചയച്ചു കൊടുത്തു. റബീഉൽ അവ്വൽ 12 റസൂൽ ജനിച്ചെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം അന്ന് ഇബ്ലീസ് സന്തോഷിച്ചു. ഇന്ന് അനുയായികൾ സന്തോഷിക്കുന്നുവോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക്. അത്രയല്ലേ നമുക്ക് കഴിയുള്ളൂ. ഇതിന്റെ പേരിൽ എന്റെ സഹോദരന്മാർ ആലോചിക്ക്, നിങ്ങൾ ചിന്തിക്ക്. ഇതിന്റെ പേരിൽ കരിവാരിത്തേക്കാൻ വേണ്ടി തയ്യാറാകുമ്പോ ഇത് പ്രാമാണികമായി ഇതിനെന്ത് പിൻബലമുണ്ട് എന്ന് ആലോചിക്കുന്നില്ല. ഇനിയോ ഇതിന്റെ ഭാഗമായി നടക്കുന്ന ഒരുപാട് മാല മൗലിദുകൾ നിങ്ങൾ ആലോചിക്കണം. ഈ മാല മൗലിദുകളുടെ അവസ്ഥ എന്തായി? ഇന്ന് സമൂഹത്തിൽ നിന്ന് ഒരുപാട് പിന്നിലേക്ക് പോയി. സമ്മതിക്കേണ്ടി വരുന്നു, സമൂഹത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് എന്ന്. ഇന്ന് സമൂഹത്തിന് പരിചയമില്ല എന്നുള്ള അവസ്ഥകളിലൂടെ സമ്മതിക്കേണ്ടി വരികയാ. ഈ മാല മൗലിദുകൾ ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നും അതുകൊണ്ട് തന്നെ മുദഫർ രാജാവ് കിങ്കേമമാക്കി നടത്തിയതാണ് എന്നും അതുകൊണ്ട് അതുപോലെ നിങ്ങൾ നടത്തണമെന്ന് പറയുമ്പോ അവിടെ തന്നെ സമസ്തക്കാരാ ഒന്നാമത്തെ ദൗർലഭ്യമല്ലേ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പോലെ നടത്തണം എന്നാണോ പറയലേ? അല്ല, മുദഫർ രാജാവ് നടത്തിയതുപോലെ. അപ്പൊ ആരാ മാതൃക? പ്രവാചകനാണോ മുദഫർ രാജാവാണോ? പ്രവാചകനാണോ മുദഫർ രാജാവാണോ? ഈ മുദഫർ രാജാവിന് മൗലിദ് എഴുതി കൊടുത്ത പണ്ഡിതനാരാ? ഇബ്നു ദഹിയ എന്ന് പറയുന്ന പണ്ഡിതനെ പറ്റി ഷാഫി മദ്ഹബുകാരാ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ലോകം കണ്ട ഏറ്റവും വലിയ കള്ളനാണ് എന്നും അദ്ദേഹം എങ്ങാനും ഒരു ഹദീസ് പറഞ്ഞാൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നതും സ്വഹാബാക്കളുടെ പേരിലും സലഫ് സാലികളുടെ പേരിലും കള്ളം കെട്ടി പറയാൻ ഒരു മടിയുമില്ലാത്ത മനുഷ്യനാണ് എന്നും ഇബ്നു ദഹിയെ കുറിച്ച് രേഖപ്പെടുത്തിയ ഷാഫി മദ്ഹബുകാരാ ലിസാനുൽ മീസാനിൽ പറഞ്ഞില്ലേ, ഹിദായത്ത് വന്നിഹായിൽ പറഞ്ഞില്ലേ? എന്നിട്ട്
എന്നിട്ടാണോ ഇത് കൊണ്ടു നടക്കാൻ തയ്യാറാകുന്നത്? നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞതാ. ആ മുദഫർ രാജാവിന്, ആ ഇബ്നു ദഹിയ മൗലിദ് എഴുതി കൊടുത്ത് ഈ ഒരു ആചാരത്തിലേക്ക് കൊണ്ടുവന്ന മുദഫർ രാജാവിനെ ഫോളോ ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുവോ? നിങ്ങൾ ചിന്തിക്കുക. സാക്ഷാൽ പൊന്മള രേഖപ്പെടുത്തുകയാണ്. ഇന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മൗലിദൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ വേണം നിങ്ങൾ നടത്താൻ. ഇന്ന് സമൂഹം എന്നൊക്കെ പിന്നേക്ക് പോയതൊക്കെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾക്ക് മാതൃക ഇവിടെ ആരുണ്ട്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുണ്ട്. അദ്ദേഹം കാണിച്ചു തരുന്ന പോലെ അദ്ദേഹത്തിന്റെ വീട്ടിലെ മൗലിദൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ ആ മുദഫർ രാജാവിനെ ഓർമ്മ വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ അതുപോലെ ഒരു മൗലിദൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാക്ഷാൽ പൊന്മള സംസാരിക്കുന്നത് സീനിൽ നിന്ന് നിങ്ങൾ കേൾക്കുക. പൊന്മള നമ്മളൊക്കെ സുന്നികൾ എന്ന് പറഞ്ഞാൽ പോരാ. നാം ഒക്കെ നമ്മുടെ വീട്ടിൽ കഴിവിൻ്റെ പരമാവധി കഴിവനുസരിച്ച് മൗലിദ് പരിപാടി നടത്തണം. നേരത്തെ അംസായി പറഞ്ഞ പോലെ അതൊക്കെ നാം ഹയാത്താക്കി കൊണ്ടുവരണം. പണ്ട് കാലത്തുണ്ടായിരുന്നൊക്കെ ഇങ്ങനെ മണ്ണിട്ട് പോയാൽ പറ്റില്ല. അത് കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിന് ആവശ്യമാണ്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കണ്ടില്ലേ നിങ്ങൾ? അവിടുത്തെ വീട്ടിൽ വെച്ച് നടത്തുന്ന വിപുലമായ മൗലിദ് നമുക്ക് മുദഫർ രാജാവിൻ്റെ കഥ ഓർമ്മ തോന്നിപ്പോവും. അത്രയും വലിയ മൗലിദ് പരിപാടി ഉസ്താദ് നടത്തുന്നു. അതുപോലെ ഉസ്താദുമാർ നടത്തുന്നു. അവരൊക്കെ അവരുടെ കഴിവ് പ്രകാരം നടത്താറുണ്ട്. നമ്മളെ പല കഴിവുകാരും ഈ കാര്യത്തിൽ മോശമായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും. വലിയ കച്ചവടക്കാരാണ്. പല പണക്കാരത് കഴിക്കാതിരിക്കുമ്പോൾ സങ്കടം തോന്നുക. കാരണം അവരെ ഒന്നും ഇങ്ങോട്ട് കിട്ടണില്ലല്ലോ. അപ്പൊ എന്റെ സഹോദരന്മാർ ആലോചിച്ച് നോക്ക്. ആ സങ്കടം തൽക്കാലം അങ്ങോട്ട് മാറ്റിവെക്കുക. പരലോകത്തെക്കുറിച്ച് പേടിച്ച് സങ്കടപ്പെടാൻ തയ്യാറാകണമെന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്റെ സഹോദരന്മാരാലോചിച്ച് നോക്ക്. മുദഫർ രാജാവിന് ഓർമ്മ വരികയാണ്. ആരെ കാണുമ്പോൾ? കാന്തപുരത്ത് കാണുമ്പോൾ. എന്റെ സഹോദരന്മാരെ, ഇക്കണ്ട കാലം അത്രയും റസൂലിനെ ആയിരുന്നു നിങ്ങളുടെ പകരക്കാരൻ അഹ്സനി കൊണ്ടു നടന്നിരുന്നത്. എന്തായാലും ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെ ഒക്കെ പൊട്ടുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മൗലിദ് എന്ന പാരായണങ്ങൾ വീടാന്തരം വേണമെന്ന് പറയുമ്പോ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ വീടുകൾ പോലും അലങ്കരിക്കാൻ തയ്യാറാകുമ്പോ എന്റെ സഹോദരാ, അത് പ്രവാചകന്റെ സുന്നത്തുമായി എന്ത് ബന്ധമാണുള്ളത് എന്ന പ്രവാചകന്റെ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബാക്കളില്ലയോ? റബീഉൽ അവ്വൽ 12 സമാഗതമായി കഴിയുമ്പോ ഏതൊക്കെ സ്വഹാബാക്കളുടെ വീട്ടിലാ മൗലിദ് പാരായണം നടന്നത്? ഏതിലേക്ക് തിരിച്ചു വരണമെന്നാ പറയുന്നത്? എന്റെ സഹോദരാ, ഒരു ക്ലിപ്പ് കൂടെ ഇതിനോട് ചേർന്ന് കണ്ടോ? ഇത് ഏപ്പിക്കാരുടെ സങ്കടമാണെങ്കിൽ ഈക്കാർക്കും സങ്കടമുണ്ട് കേട്ടോ. ഒരാളുടെ അത്താഴ പട്ടിണിയല്ല, ഞങ്ങൾക്കും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഭയപ്പെട്ടു പോയ വെന്നിയൂരുകാരൻ ഫൈസിയുണ്ടല്ലോ. അദ്ദേഹം പറയുന്നു, എടുത്തു പോയില്ലയോ, തിരിച്ചു കൊണ്ടുവരണ്ടയോ? പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു മുസ്ലിയാരുടെ വീട്ടിലും ഇതില്ല എന്ന് നേരത്തെ പൊന്മള പറഞ്ഞില്ലേ? കാന്തപുരം ഉസ്താദ് നടത്തുന്നുണ്ട്, മറ്റുള്ള ഉസ്താദുമാര് നടത്തുന്നുണ്ട് എന്ന്. എന്നാൽ അത് പച്ചക്കള്ളമാണ് കേട്ടോ. സാക്ഷാൽ പേരോട്ടുകാരൻ സഖാഫി തന്നെ പറഞ്ഞില്ലേ, മുസ്ലിയാക്കന്മാര് നന്നായാലല്ലേ നാട്ടുകാര് നന്നാവുള്ളൂ. അതുകൊണ്ട് മുസ്ലിയാര് ഒരാളെങ്കിലും വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്തൂടെ, ഒരാളെങ്കിലും കുടിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്തൂടെ എന്ന് പറഞ്ഞത് പേരോട് സഖാഫിയ. അതും നിങ്ങൾ കേട്ടോ. ആ പേരോട് സഖാഫി ഉണ്ടല്ലോ, ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒരു മുസ്ലിയാരും അവരുടെ വീട്ടിൽ മൗലിദ് ചൊല്ലുന്നില്ല എന്നാണ് മുസ്ലിയാക്കന്മാര് പറയുന്നതെങ്കിൽ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് വെന്നിയൂക്കാരൻ ഫൈസി തന്നെ പറയുന്നുണ്ട്. വെന്നിയൂക്കാരൻ ഫൈസിയാണ് രേഖപ്പെടുത്തിയത്. വലിയ വലിയ ആചാര്യന്മാരുടെ വീടുണ്ടല്ലോ, മുസ്ലിയാക്കന്മാരുടെ വീടുകളുണ്ടല്ലോ, അവിടെയൊക്കെ ഉണ്ടായിരുന്ന മൗലിദുകളൊന്നും ഇന്നില്ല എന്ന് മാത്രമല്ല, മൗലിദ് കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സബീനയുണ്ടല്ലോ. മൗലിദ് കിതാബിന്റെ സ്ഥാനത്ത് പാത്രം കഴുകുന്ന സബീന വരെ എത്തിപ്പോയി എന്ന് പറഞ്ഞതാരാ? വെന്നിയൂക്കാരൻ ഫൈസ് തിരക്ക് കൂട്ടുന്നു. അദ്ദേഹം തന്നെ പറയട്ടെ. വീട്, മൂലേര വീട്, വലിയ വലിയ ആളുകളുടെ ഒക്കെ വീടുകൾ ഞാൻ ചോദിക്കട്ടെ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതുന്ന വീടുണ്ടോ? ദിക്റുകളും മാലകളും മൗലൂദുകളും സ്വലാത്തുകളും ചെല്ലുന്ന വീടുണ്ടോ? സ്വന്തം മക്കളെ കൊണ്ട് ചെല്ലാൻ പറയുന്ന വീടുണ്ടോ? പഴയ കാലത്തൊക്കെ നമ്മളെ വീടുകളിൽ ഖുർആൻ ഉണ്ടാകും അല്ലേ? അതേ പ്രകാരം ഖുർആന്റെ കൂടെ ഒരു സബീന ഉണ്ടാവും. ഇതൊക്കെ പാടിയിരുന്ന ഒരു കാലഘട്ടം
മാത്രമല്ല അന്ന് വളർന്നു വരുന്ന സമുദായത്തിനും തൻ്റെ ഉണ്ടായിരുന്നു. ഉമ്മമാര് ചെയ്യുന്ന ഈ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ കണ്ട് ശീലിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്ക് സെബീൻ എന്താന്ന് പോലും അറിയൂല. നിന്റെ അടക്ക് ഞങ്ങളൊരു സ്ഥലത്ത് കുറെ മുസ്ലിം മൂലയന്മാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൗലൂദ് ഓതാൻ ആഗ്രഹിച്ചിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അവിടെ. ആ കുട്ടിയെ വിളിച്ചിട്ട് 2 സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ആ കുട്ടിയെ സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ഞങ്ങൾ കുറെ കാത്തിരുന്ന് ഇപ്പൊ വരും കുട്ടിയെ കാണുന്നില്ല. പിന്നീട് ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുണ്ട് ഞങ്ങൾ മുന്നിൽ ഇങ്ങനെ നടക്കുന്നു. ഞങ്ങൾ വിളിച്ചു, മോനോടവാ നിന്നെന്തിനു പറഞ്ഞയച്ചതാ? സെബീൻ കൊണ്ടുവരാൻ. എന്നിട്ട് എവിടെ അതിരിക്കണ്? അവ നോക്കുമ്പോ പാത്രം കഴുകുന്ന 2 സെബീന പൊടിയുടെ പാക്കറ്റ് ആ കുട്ടി അവിടെ വാങ്ങിക്കൊടുന്ന് വെച്ചിക്കണ്. ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുത്തു ചെല്ലുന്നത് ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഈ കുട്ടി പഠിക്കണ്ടേ? ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടമാണ്. എന്റെ അഭിപ്രായത്തിൽ ആ കുട്ടി ചെയ്തതാണ് ശരി. കാരണം മുസ്ലിയാക്കന്മാരുടെ നാവ് അങ്ങനെങ്കിലും ഒന്ന് ശുദ്ധീകരിക്കട്ടെ എന്ന് കുട്ടി ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാകും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ ജനിച്ച പേരിൽ പറഞ്ഞ് 30 ദിവസത്തെക്കാലം കൂടുതൽ കൈമണി കിട്ടാൻ നല്ല ദിവസം 40 ദിവസമാണല്ലോ. നിങ്ങൾ ആലോചിക്ക്, നമ്മുടെ പള്ളികളിലെ ഉസ്താദുമാർ ആരെങ്കിലും റബീഉൽ അവ്വൽ മാസം ഇങ്ങ് കടന്നു വരുമ്പോ എത്ര ദിവസം ലീവ് എടുത്തുകൊണ്ട് നാട്ടിൽ പോകാറുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചോ? എന്തേ മുസ്ലിയാക്കന്മാരുടെ വീട്ടിലൊന്നും മൗലിദ് വേണ്ടേ? മുസ്ലിയാക്കന്മാരുടെ വീട്ടിൽ മൗലിദ് വേണ്ടേ? രണ്ടാമത്തെ പോയിന്റ് അതിനോടുകൂടെ ചേർത്ത് പഠിക്കാൻ, ഏതെങ്കിലും ഒരു മുസ്ലിയാരുടെ കയ്യിലോ കൈത്തണ്ടയിലോ നിങ്ങൾ മന്ത്രിച്ച് കെട്ടിയ ചരട് കണ്ടിട്ടുണ്ടോ? അതില്ല. അത് ലോക്കൽ സുന്നിയുള്ള കയ്യുമല്ല. മുസ്ലിയാമാരുടെ വീട്ടിൽ മൗലിദില്ല, മുസ്ലിയാമാരുടെ കയ്യിൽ ചരടില്ല. അവർ മൗലിദ് ചൊല്ലിക്കൊടുക്കും, അവര് ചരട് കെട്ടിക്കൊടുക്കും, അതല്ലാതെ അവർ കെട്ടാറില്ല. സാക്ഷാൽ കള്ള് ഷാപ്പുകാരെ പോലെ കുടിപ്പിച്ച് നശിപ്പിക്കുകയാണ് എന്ന അവസ്ഥയിലേക്ക് പുരോഹിതവർഗം മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ സഹോദര, ലാഭേച്ഛകൾക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആചാരമല്ലയോ? അതല്ലാതെ മുമ്പുള്ള സമൂഹത്തിന് പരിചയമുണ്ടായിരുന്നില്ല എന്ന് ഓർത്തു പോകുന്നുവോ? ഈ റബീഉൽ അവ്വൽ മാസം ഇങ്ങനെ കടന്നു വരുമ്പോ പള്ളി മിമ്പറിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ഇബ്നു നബാത്തുൽ മിസ്രിയുടെ നബാത്തിയ ഖുത്ബയുണ്ടല്ലോ, ആ ഖുത്ബയിൽ പോലും ഇങ്ങനെ ഒരു പരാമർശമില്ല. എന്റെ സഹോദരന്മാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സുന്നി സഹോദരന്മാരോട് ഞാനൊന്ന് പറയട്ടെ. പള്ളിയിൽ പോയിട്ട് ഉസ്താദിനോട് പറയാം, ഉസ്താദെ ഈ വെള്ളിയാഴ്ച ഇപ്പൊ പാരായണം ചെയ്യുന്ന ഇബ്നു നബാത്തുൽ മിസ്രിയുടെ ഖുത്ബ ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ ഒന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ സത്യത്തിൽ മുസ്ലിയാക്കന്മാർക്ക് അർത്ഥം അറിയാതെയാ ചെല്ലുന്ന ഒരു വിഷയം. കാരണം കഴിഞ്ഞതിന് മുമ്പത്തെ ഹജ്ജ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് തെളിഞ്ഞതാണ്. കാരണം ഇതിങ്ങനെ നോക്കി വായിക്കുമ്പോൾ 2ാമത്തെ വെള്ളിയാഴ്ച അറഫേനെ കുറിച്ച് പറഞ്ഞു. നോക്കുമ്പോ എന്താ, അറഫയും കഴിഞ്ഞ് ഹജ്ജും കഴിഞ്ഞ് ഹാജിമാര് തിരിച്ചു വരാൻ തുടങ്ങിയപ്പോഴാ മെമ്പറെന്ന് ഖത്തീബ് പറയുന്നത് അടുത്ത ദിവസം അറഫയാണ്, നിങ്ങൾ അറഫ നോമ്പ് നോക്കണം. ഇത് നോക്കി വായിക്കുമ്പോൾ അബദ്ധ. ഇതൊന്നല്ല, റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ പള്ളിക്ക് താഴെ നിങ്ങൾ ആലോചിച്ചോ, തല തൂക്കിയുള്ള ഉറക്കമാ, പള്ളിക്ക് മുകളിൽ ഭൗതിക വിനോദങ്ങളും സംസാരങ്ങളുമാണ്. പിന്നെ എങ്ങനെ ഇത് മനസ്സിലാക്കുമെന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നവരോട്, ഒരു മലയാളത്തിലാണ് ഖുത്ബ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരോട് ഞാൻ ചോദിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്, ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. അതാണ് മുജാഹിദുകളുടെ രീതി. നിങ്ങൾ നോക്ക്, സുന്നി പള്ളി മിമ്പറിൽ പോയാൽ അവിടെ നമുക്ക് കാണും ഇബ്നു നബാത്തുൽ മിസ്രിയുടെ ഖുത്ബയുടെ ഒരു സമാഹാരം. ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളി പോയാൽ അവിടെ കാണും അബുൽ അഅ്ല മൗദൂദിയുടെ ഖുത്ബത്ത് കാണാൻ സാധിക്കും. മുജാഹിദ് പള്ളി മിമ്പറിൽ വന്നാൽ ഒരു പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ആദർശത്തിന്റെ ഫലമെന്ന് പറഞ്ഞാൽ. നിങ്ങൾ പരിശോധിച്ചോ, ഇതുകൊണ്ട് ഉത്ബോധിപ്പിക്കുക, അത് പ്രവാചകൻ സമൂഹത്തോട് താക്കി നൽകി എന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞു പോയിട്ട് സമൂഹത്തിന് അറിയുന്നില്ല, ആർക്കും അറിയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. അതുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം സുന്നത്ത് നമസ്കരിച്ചില്ല, അദ്ദേഹം നേരെ ഇരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നീ നമസ്കരിച്ചോ? ഇല്ല അല്ലേ. പ്രവാചകൻ പറഞ്ഞു, ഖും ഫസല്ലി റകഅത്തൈൻ, എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കുക. ഇന്നത്തെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്ക്. ഒരു സാധാരണ ഒരു പോക്കർ പള്ളി കടന്നു വരിക, അദ്ദേഹം സുന്നത്ത് നമസ്കരിക്കാതിരിക്കുന്നു. ഉടനെ തന്നെ മെമ്പറിൽ നിന്ന് പള്ളി ഖത്തീബ്, യാ പോക്കർ ഹൽ സ്വല്ലൈത, പോക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങനെ നോക്കും, എന്തപ്പീ പറഞ്ഞത്? പോക്കറിന്റെ അറിവ് അത്രയേ ഉള്ളൂ. ഈ സമൂഹത്തിന് ഇങ്ങനെ വെട്ടിലാക്കിയപ്പോ എന്റെ സഹോദര, ഇബ്നു നബാത്തുൽ മിസ്രിയുടെ നബാത്തിയ ഖുത്ബ എന്തേ റബീഉൽ അവ്വൽ മാസം കടന്നു വന്നപ്പോ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായ ഒരൊറ്റ വാക്ക് പോലുമില്ല. അറിയുമോ നിങ്ങൾക്ക്? ഒന്നാമത്തെ വെള്ളിയാഴ്ച പള്ളി മിമ്പറിൽ കയറുന്ന ഖതീബ് ജനങ്ങളോട് പറയുന്നുണ്ട്, ജനങ്ങളെ, ഇതുപോലുള്ള ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹലോകത്ത് നിന്ന് വേർപെട്ടു പോയത്. ഇന്ന് പള്ളി മിമ്പറിൽ വെച്ചുകൊണ്ട് ഖതീബ് പറയുമ്പോ പിന്നെ പറയുന്ന വിഷയങ്ങൾ എന്താ? പിന്നെ പ്രവാചകന്റെ വഫാത്താണ്, ജനങ്ങളോട് മരണത്തെക്കുറിച്ചുള്ള താക്കീതുകളാണ്. ഇങ്ങനെ മരണം കൊണ്ട് ഒന്നാമത്തെ ഖുത്ബ അവസാനിപ്പിക്കുമ്പോ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും ഖതീബ് മിമ്പറിൽ വെച്ച് പറയുന്നുണ്ട്, പ്രവാചകന്റെ വഫാത്ത് തന്നെയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പാത്രത്തിൽ കൈമുക്കിയിട്ട് ആ വെള്ളം കൊണ്ട് പ്രവാചകന്റെ മുഖം ഇങ്ങനെ തടവുകയാ. പ്രവാചകന്റെ നെറ്റിത്തടം ഇങ്ങനെ വേർത്തലിക്കുന്നുണ്ട്. പ്രവാചകന്റെ കൈകാലുകൾ ഇങ്ങനെ നീട്ടുന്നുണ്ട്. അവളൊന്ന് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ആയിഷ ഇന്നലിൽ മൗതി സക്കറാ. മരണത്തിന് സഹനീയമായ വേദനയുണ്ട് ആയിഷ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ ഈ പ്രവാചകന്റെ മരണവേദനയൊക്കെ വിശദീകരിച്ചിട്ട് അവിടുന്ന് മിമ്പറിൽ വെച്ച് ഖതീബ് ചോദിക്കുകയാണ്, വഅയ്യു തുർഫിൻ അലൈഹി മാതമ വഅയ്യു നജീബിൻ അലൈഹി മർതഫ വഅയ്യു തുർഫിൻ അലൈഹി മാതമ. ഏത് കണ്ണാടോ ഇത് കേട്ടിട്ട് കരയാത്തത് എന്ന ഒരുപക്ഷേ നബിദിറ റാലി സംഘടിപ്പിച്ചതിന്റെ പേരിൽ പൊടിപടലങ്ങൾ കണ്ണിൽ പുരണ്ടു എന്നല്ലാതെ ഒരു തുള്ളി വെള്ളം വരാത്ത സമൂഹത്തിനോടോ അതോ നബിദിനത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ട് എരുകൂടിയതിന്റെ പേരിൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നവരോടോ ഖതീബ് ചോദിക്കുന്നു, ഏത് കണ്ണാടോ ഇത് കേട്ടിട്ട് കരയാത്തത്? ഏത് കുന്നത കുലജാതനാടോ തലയുയർത്താൻ സാധിക്കുക എന്ന് ചോദിക്കുമ്പോ എന്റെ സഹോദരാ, തലേ ദിവസത്തിന്റെ രാത്രി പോലും നബിദിനത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ച് ഖതീബിന്റെ മുമ്പിൽ വന്ന് ഉറങ്ങി തൂങ്ങി തലതാഴ്ത്തിയിരിക്കുന്നവനോട് ഖതീബ് ചോദിക്കുന്നു, ഏത് കുന്നത കുലജാതനാടോ തലയുയർത്താൻ സാധിക്കുക എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, മിമ്പറിന്റെ മേലെ പ്രവാചകന്റെ മരണമാ, എന്നാൽ മിമ്പറിന് താഴെ നോക്കണോ, അവിടെ പ്രവാചകന്റെ ജനനമാ. ഖുത്ബയിലെ മൊത്തം മരണം, ഖുത്ബ കഴിഞ്ഞ് താഴ്ത്തിറങ്ങിയിട്ട് റബീഉൽ അവ്വലല്ലേ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ എന്ന് പറയുന്ന ഖതീബുമാരെ, എത്ര വലിയ അബദ്ധമാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെങ്കിലും ഒന്ന് വായിച്ചു പഠിച്ചൂടെ? ഇബ്നുന്റെ ഭാഗത്തിൽ മിസ്രിക്ക് പോലും ഇത് പരിചയമില്ലയോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി എന്റെ സഹോദരന്മാർ ചിന്തിക്ക്, ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ? ഇപ്പൊ മൗലിദിന്റെ നമ്മുടെ നബിദിന ആഘോഷം അനിസ്ലാമികം എന്ന് പറഞ്ഞ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഈ പോസ്റ്ററിലൊക്കെ പലപ്പോഴും കാണുന്ന ശാപ്പാട് രാമന്മാരുണ്ടാക്കിയതാണ് എന്നൊരു വാചകത്തിലുണ്ട്. അപ്പൊ സുന്നിയുടെ മൊത്തം ശാപ്പാട് രാമന്മാരെന്ന് വിളിച്ചോ എന്നൊരു ആക്ഷേപം പറയുന്നവരുണ്ടാകും. എന്റെ സഹോദരന്മാരെ, അത് ഞങ്ങൾ പറഞ്ഞതല്ല, മുജാഹിദുകൾ പറഞ്ഞതല്ല, മറിച്ച് അൽ-ഹാവിലിൽ ഫതാവ എന്ന് പറയുന്ന ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥത്തിൽ 191-ാമത്തെ പേജിൽ ഇമാം ഫാഖിഹാനി ഉദ്ധരിച്ച വാചകമാണ്, അഹദസഹൽ ബത്വാലൂന വശഹവത്തുൻ നഫ്സി യതനാബിഹൽ ലക്കാലൂൻ. അദ്ദേഹമാണ് പറഞ്ഞത്, അദ്ദേഹമാണ് രേഖപ്പെടുത്തിയത്. ദേഹച്ചക്കാരും മടിയന്മാരുമായ ആളുകൾ കൊണ്ടുവന്നപ്പോ ഷാപ്പാട് രാമന്മാര് പ്രാധാന്യം പിടിച്ചെന്നാ അസ്നനുൽ മുബ്തദിആത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഷാപ്പാട് രാമന്മാരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞത് മുജാഹിദുകളല്ല. ഇനിയോ തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞില്ലയോ, മൗലീദ് കഴിക്കുന്ന നാടയ്യായിരം പൊരിക്കുന്നതാണേ കോഴിയും 10,000.
ഭക്ഷണമാണ് ഭക്ഷണമാണ് ഭക്ഷണമാണ്. മൗലിദ് കഴിക്കലാണ്, റാത്തീബ് കഴിക്കലാണ്, ഹദാദ് കഴിക്കലാണ്. എല്ലാം കഴിക്കലുകളായി മാറുമ്പോ ഇനിയോ ഒരു കാര്യം കൂടെ നിങ്ങൾ പരിശോധിച്ചോ. പ്രവാചകൻ ജനിച്ച ദിവസമുണ്ടല്ലോ, തിങ്കളാഴ്ച. അന്ന് സഹാബാക്കള് പട്ടിണി കിടന്നപ്പോ ഇവിടെ ഇതാ രാവിലെ മധുര പലഹാരം കൊണ്ട് തുടങ്ങി ഉച്ചക്ക് ഹെവി ഫുഡോടുകൂടെ കെങ്കേമമാക്കുമ്പോ ഇമാം ഫാക്കിഹാനി പറഞ്ഞത് സത്യമല്ലയോ? ഷാപ്പാട് രാമന്മാരെ പ്രാധാന്യം പിടിച്ചതാ. ഈ മൗലിദിന്റെ ഒക്കെ വിഷയം ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ട് വിഷയം വേണ്ട. പണ്ട് ഈ ബദർമാലയും ബദർബൈത്തൊക്കെ പാടിയത് എന്തിനാ? വിശന്നിട്ട് വരുമ്പോ, ഒന്നില്ലാണ്ട് വരുമ്പോ ഇതിങ്ങനെ ചെല്ലാറുണ്ടായിരുന്നു എന്ന് ഏതോ ഒരു സാധു ബാക്കവി സെന്റി ഡയലോഗും കമന്റൊക്കെ അടിച്ചുകൊണ്ട് അദ്ദേഹം പറയാ, പണ്ടിങ്ങനെ പട്ടിണിയൊക്കെ നോക്കുമ്പോ ഉമ്മ പറയും ഒരു ബദർബൈത്ത് ഇങ്ങനെ പാടിക്കോ. അങ്ങനെ ബദർബൈത്ത് ഇങ്ങനെ ചൊല്ലി വരുമ്പോ എവിടെ നിന്നെങ്കിലും ഹദിയത്തുമെന്നാ അതിങ്ങനെ കഴിക്കും ഞങ്ങൾ അല്ലേ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളായിട്ട് വിശദീകരിക്കുന്നില്ല, അത് പറയാൻ ബാക്കവീനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. അദ്ദേഹം പറയട്ടെ. എപ്പോഴും പറയും എൻ്റെ അമ്മയും ബദരീങ്ങളോട് വലിയ ബന്ധമുള്ള ആളാ. പെരയിൽ ചിലപ്പോൾ യത്തീമായി കിടക്കുന്ന കാലത്ത് അന്നൊക്കെ പട്ടിണിന്റെ കാലാണ്. ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത കാര്യങ്ങളും പെരയിലെ പട്ടിണിയൊക്കെ ഉസ്താദ് പറയലുണ്ട്. ആ സന്ദർഭത്തിൽ ഞാൻ കുട്ടിയാണല്ലോ, ഉമ്മ പറയും വല്ലാതെ ഞെരുക്കം കെട്ട് വന്നാല് ഉമ്മ എന്നോട് പറയും, മോനെ ആ ബദറീത്തൊന്നാണ്ട് ചൊല്ലൂട്, ഇതാണ് വലിയ ചികിത്സ. അല്ലെങ്കിൽ അവിടെ ഒന്ന് പോയോക്ക്, ഇവിടെ ഒന്ന് പോയോക്ക്, മറ്റേ ജോലി ഒന്ന് ചെയ്തോക്ക് എന്നല്ല പറയാ, നീ ആ ബദറൈറ്റ് അങ്ങോട്ട് ചൊല്ലൂട്. അപ്പൊ ഉമ്മാനെ പേടിച്ചിട്ട് ഞാൻ ബദറൈറ്റ് ചൊല്ലും. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബറക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ. ഉസ്താദിന്റെ നിത്യ പതിവായ ഒരു മഹത്തായ വിറുദ ഈ ബൈത്ത് ചൊല്ലലും ഈ വരികൾ പാടലും തവസ്സുൽ ചെയ്യലൊക്കെ. അങ്ങനെ ചൊല്ലി കുറെ അങ്ങോട്ട് എത്തുമ്പോ കാണാം ആരെങ്കിലും ഞങ്ങളെ പെരീക്ക് കാണാം ഹദിയേറ്റ് വരുന്നു, ഭക്ഷണ സാധനോ അല്ലെങ്കിൽ വല്ല പൈസ എന്തെങ്കിലും വിഷയത്തിൽ ഇത് ഓതിത്തീർന്നതിന്റെ മുമ്പിൽ വരും. പക്ഷേ ഇടങ്ങേറാണ്ട് ആയിട്ട് വലിയ കൊടുക്കുകയാണെങ്കിൽ ഉമ്മ പറയുള്ളൂ ബദറീത്തല്ലോട് മോനെ, അല്ലാതെ സമ്പാദിക്കണ വിഷയം അവിടെ ഇല്ല. ഉമ്മ അവിടെ പെരിയിൽ സ്വരൂപിച്ച് വെക്കണ വിഷയം അവിടെ ഇല്ല. ഒരു മാർഗവും ഇല്ല, ഇന്ന് ഭക്ഷണത്തിന് ഒരു മാർഗവും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉമ്മ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോഴാണ് ഞാനത് ചെറുപ്പകാലം മുതലേ ഇത് ശീലിച്ചതാണ്. എന്റെ സഹോദരന്മാരാലോചിച്ച് നോക്ക്, 2 പോയിന്റ് ഞാൻ ഇവിടെ പറയാ. ഒന്നാമത്തെ വിഷയം, പട്ടിണി കിടക്കുമ്പോ ഉമ്മ പറയാ ജോലിക്ക് പോകാനല്ല, പണിക്ക് പോകാനല്ല, ബദർബൈത്ത് പാടാനാ. ഞാൻ അങ്ങനെ പാടി ശീലിച്ചല്ലോ, അതുകൊണ്ട് ഇന്നും അങ്ങനെ ആയിത്തീർന്നു. അതല്ലേ വസ്തുത, അതല്ലേ വസ്തുത. എന്റെ സഹോദരന്മാരെ, ഇവർ നമ്മുടെ പ്രാസംഗികരെ വിമർശിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ച് വളരെ പരസ്യമായിട്ട് വളരെ നിന്ദിച്ചുകൊണ്ട് പറയുന്ന ഒരുപാട് വരികളാണ്. അപ്പോൾ കോറി പണിയെടുത്തവനാണ്, പാടത്ത് പണിയെടുത്തവനാണ്, ഇവനത് ഈന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്നവർക്ക് ഇല്ല, ഇങ്ങനെ ഇരുന്നിട്ട് ഒരുപാട് ചൊല്ലിത്തിന്നാൽ മാത്രമേ മതപണ്ഡിതനാകാൻ പറ്റൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇതിൻ്റെ പേരിലെത്തിയത്. ഈ വിമർശിക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് കൈ പിടിച്ച് നോക്ക്, നിങ്ങൾ മൈദമാവ് കുഴച്ച പോലെ അത്രയും സ്മൂത്തായിരിക്കും. ഇന്നേവരൊരു ഭാരവും കൈകൊണ്ട് തൊട്ടിട്ടുണ്ടാവില്ല. അവരായി പറയുന്നത് ഇവരെ മതം പറയാനൊക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് എന്റെ സഹോദര, ഭക്ഷണത്തിന് വേണ്ടി ഇതുണ്ടാക്കിയതാണ്. മൗലിദുകൾക്കൊക്കെ പിന്നിലെ അവസ്ഥകൾ തന്നെയല്ലേ. കൈമടക്ക് വേണം, കൈമടക്ക് വേണം, നല്ലൊരു ഭക്ഷണം വേണം. ഇതിനാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്ക്, മൗലിദ് സുന്നത്താന്ന് പറഞ്ഞിട്ടില്ലേ? അതിനു വേണ്ടി വാശി പിടിക്കുന്ന മുസ്ലിയാരെ വീട്ടിലേക്ക് വിളിച്ചോ. മൗലിദൊക്കെ ചൊല്ലിക്കഴിയുമ്പോ ഉസ്താദേ സുന്നത്തൊക്കെ ആയില്ലേ, നമ്മൾ പിരിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കൊടുത്തോ, ഒരു 500 തവണ നിങ്ങളോട് പോട്ടെ എന്ന് ചോദിക്കും. പൊയ്ക്കൊള്ളാൻ പറഞ്ഞോ. പിറ്റേ ദിവസം വീണ്ടും ഉസ്താദിനെ സമീപിച്ചോണ്ട് പറയാ, ഉസ്താദ് ഇന്നലത്തെ പോലത്തെ ഒരു സുന്നത്ത് എനിക്കൊന്നും വേണം, എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ? അപ്പൊ കാണാ നിങ്ങൾക്ക് ഉസ്താദിന്റെ വീര്യവും പവറും ഒക്കെ. എനിക്ക് വേറെ പണിയുണ്ട്, നീ നിന്റെ പണിക്ക് പോ എന്ന് മുസ്ലിയാർ പറയില്ലേ? പറയുമെന്നുള്ളതാണ് വസ്തുത. പണം വേണം, അതുപോലെ തന്നെ നല്ലൊരു ഭക്ഷണം വേണം. ഇതിനാണ് ഈ സംഭവങ്ങൾ മുഴുവനും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കുട്ടികൾ ജനിച്ച് വയസ്സ് തികയുന്ന പലയിടത്തുണ്ട് സുലൈമാൻ നബിയുടെ പേരിട് മൗലിദ്, ചിലയിടത്ത് യൂനുസ് നബിയുടെ പേര് മൗലിദ്. ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആചാരമാണ് എന്നല്ലാതെ മറ്റെന്ത് പറയാൻ എന്റെ സഹോദരന്മാരെ.
പലപ്പോഴും അമുസ്ലിങ്ങളായ ആളുകൾ പോലും ഇതിൽ വശീകരിക്കപ്പെടുന്നുണ്ട്. സാധാരണ ഒരു ചെറിയൊരു സംഭവം ഇങ്ങനെ പറയലുണ്ട്. ഒരു വയസ്സായ ഒരു കാണുന്നവർ പറഞ്ഞതാ, ഈ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്ന കാണുമ്പോൾ ഇതിന്റെ പോരിശൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പോൾ എന്താ പോരിശാന്നറിയോ നിങ്ങൾക്ക്? പരലോകത്തേക്കൊന്നുമില്ല കേട്ടോ, ഒക്കെ ദുനിയാവിന് വേണ്ടിയിട്ടാ, ദുനിയാവിന് വേണ്ടിയിട്ടാണ്, പരലോകത്തേക്കൊന്നുമില്ല. മൗലിദിന്റെ ലക്ഷ്യം തഴവാക്കുഞ്ഞ് മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞില്ലേ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും മാറുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബാ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാനും ഉതകുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലോദിക്കോ, മുസീബത്തൊന്നും ഉണ്ടാകില്ല. മാത്രമാണോ കള്ളന്റെ ശല്യം തന്നെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം ഉണ്ടാകില്ല. കാരണം എന്ത്? കള്ളൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് കൊണ്ടുപോകേണ്ടവര് കൊണ്ടുപോകുന്നു, ദാരിദ്ര്യവും മാറുന്നതായി കാണുന്നതാ. ഇങ്ങനെ ചൊല്ലിത്തന്ന് നടക്കുന്നവന് എവിടെ നിന്ന് ദാരിദ്ര്യം വരാനാ? ബാക്കവി തന്നെ പറഞ്ഞില്ല, പട്ടിണി വരുമ്പോ ഇത് പാടിയിട്ട് ഭക്ഷണം കഴിച്ചില്ലയോ, ഹർക്കും വബാ ഇവയൊക്കെയും കാക്കുന്നതാ, തീ കത്തി നാശമുണ്ടാകില്ല, പ്ലേഗ് ഉണ്ടാവില്ല. ഇതൊക്കെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിക്കില്ല കേട്ടോ. ഇതപ്പോ നേട്ടങ്ങൾ. അപ്പൊ ഇങ്ങനെ കുറെ നേട്ടങ്ങളൊക്കെ കേട്ടപ്പോ നമ്പൂതിരിക്കൊരു മോഹം തോന്നി, ഇത്രേ ഒരു മൗലിദ് കഴിക്കാൻ. സംഭവം നമ്പൂതിരി മൗലിദിന് വേണ്ടി ഉസ്താദിനൊക്കെ പോയി ക്ഷണിച്ചു. കുറച്ചാളുകൾ ജവാബ് ചെല്ലാനൊക്കെ കിട്ടി. മൗലിദൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോ ഉസ്താദിന് മാത്രം 25 രൂപ, ബാക്കിയുള്ളവർക്കൊക്കെ 50 രൂപ കൊടുത്തു. ബാക്കിയുള്ളവർക്ക് 50 ചൊല്ലിക്കൊടുത്ത ഉസ്താദിന് 25 മാത്രം. സ്വാഭാവികമായും പ്രശ്നം ഉണ്ടാക്കുമല്ലോ, ചോദിച്ചെന്ത് ഇങ്ങനെ വരാൻ കാരണം. അപ്പൊ നമ്പൂതിരി പറഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ കാണാണ്ടാ ചെല്ലിയത്, നിങ്ങൾ കണ്ടിട്ടാ ഓതിയത്, അതുകൊണ്ട് നിങ്ങൾക്ക് 25 ഉള്ളൂ അല്ലേ. അപ്പൊ സഹോദരന്മാരെ, ഇതിങ്ങനെ ഒരു ചെറിയൊരു കഥ പറയുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ ആലോചിക്കണം. സമൂഹം ഇതിനെ വ്യാപകമായി കൊണ്ടു നടക്കാൻ യാതൊരു മടിയും കൂടാതെ മുന്നോട്ട് പോകുന്നൊരു അവസ്ഥയിലേക്കാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാ? ഈ അമിതമായി വാഴ്ത്തി പറയുന്നതിലുള്ള അപകടങ്ങളും. മാത്രമല്ല, നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം അപകടങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദിന് വൈരുദ്ധ്യല്ലേ? പ്രവാചകൻ ജന്മദിനവുമായി എന്തൊക്കെ കാര്യങ്ങൾ പ്രവാചകൻ ഭയപ്പെട്ടോ അത് മൊത്തം ഈ സമൂഹത്തിൽ വന്നില്ലേ? നിങ്ങൾ നോക്ക്, റസൂലിനോടുള്ള ദുആകളും ഒരുപാട്. യാ സയ്യിദ സാദാതി ജീതുക ഖാസിദാ അർജു ഹിമാക فلا تخيب مقصدي قد هل بما قد علمت من الأذى والظلم في الشديد فأسعدي يا سيد السادات നേതാക്കന്മാരിൽ നേതാവായ റസൂലേ, ജിതുക ഖാസിദാ, അങ്ങേ ഉദ്ദേശിച്ചുകൊണ്ടിതാ ഞാൻ വന്നിരിക്കുന്നു. അർജൂഹിമാക, അങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫലാ തുഖയ്യിബ് മഖ്സദി, എന്റെ ഉദ്ദേശങ്ങളെ അങ്ങ് പരാജയപ്പെടുത്തല്ല റസൂലേ. എനിക്ക് ബാധിച്ച ദൗർബല്യങ്ങളും എന്റെ അക്രമങ്ങളും എന്റെ ഉപദ്രവങ്ങളും ഒക്കെ റസൂലേ അങ്ങേക്കറിയാമല്ലോ റസൂലേ.